PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്ത CSEB ജൂനിയർ ക്ലർക്ക് എക്സാം വരാൻ പോകുന്നത് 2026 ജനുവരി 4-നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 29/12/2025 നടന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഓപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 2 seats in the committee of each society shall be reserved for members who shall not exceed the age of 40 years on. 2 seats in the committee of each society shall be reserved for members who shall not exceed the age of 40 years on. Options: the beginning of the financial year, the beginning of the calendar year, the date of filing the nomination, the date of election. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ നോമിനേഷൻ. നമ്മൾ ആക്ടിൻ്റെ അമെൻമെൻറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ആക്ട് അമെൻമെൻറ്റ് പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 28 1CA. സെക്ഷൻ 28 നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റിയാണ്. 28 1CAയിൽ പറയുന്നു, 2 seats in the committee of each society shall be reserved for members who shall not exceed the age of 40 years on the date of filing of nomination for election, of whom one shall be from the non-reserved category and one shall be a woman from the reservation category of section 28A subsection 1. അതായത് 28(1)CAയിൽ പറയുന്നു, കമ്മിറ്റിയിലെ ഓരോ സൊസൈറ്റിയിലെയും മാനേജിംഗ് കമ്മിറ്റിയിലെ 2 സീറ്റ് നോമിനേഷൻ ഫയൽ ചെയ്യുന്ന തീയതിയിൽ 40 വയസ്സ് അധികരിക്കാത്ത 2 പേർക്ക് റിസർവ് ചെയ്തിരിക്കുന്നു. അതിലൊരാൾ നോൺ റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നും മറ്റേയാൾ വുമൺ റിസർവേഷനിൽ നിന്നും ആയിരിക്കണം. വുമൺ റിസർവേഷനെ കുറിച്ച് പറയുന്നത് 28A(1)ലാണ്. അപ്പോൾ സെക്ഷൻ 28A(1)ൽ പറഞ്ഞിരിക്കുന്ന വുമൺ റിസർവേഷനിൽ നിന്നുള്ള ഒരാളും നോൺ റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നുള്ള മറ്റൊരാളും, അങ്ങനെ 2 സീറ്റ് 40 വയസ്സ് അധികരിക്കാത്ത, നോമിനേഷൻ ഫയൽ ചെയ്യുന്ന തീയതിയിൽ 40 വയസ്സ് അധികരിക്കാത്ത 2 പേർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ചോദ്യം ഇതായിരുന്നു: 2 seats in the committee of each society shall be reserved for members who shall not exceed the age of 40 years on. ഉത്തരം the date of filing the nomination. അടുത്ത ചോദ്യം: A member who has acted adversely to the interest of the society may be dashed as per section 17 of the KCS Act. A member who has acted adversely to the interest of the society may be dashed as per section 17 of the KCS Act. Options: expelled from the society, disqualified, removed from the society, denied further services from the society. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, എക്സ്പെൽഡ് ഫ്രം ദ സൊസൈറ്റി. സംഘത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അംഗത്തെ സെക്ഷൻ 17 പ്രകാരം എക്സ്പെൽ ചെയ്യുന്നു. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 17. A special general body meeting of a cooperative society can be convened by. A special general body meeting of a cooperative society can be convened by. Options: the committee of the society, the registrar, 1/5 of the total members of the society, all of the above. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. സൊസൈറ്റിയിലെ കമ്മിറ്റിക്കും രജിസ്ട്രാർക്കും ടോട്ടൽ അംഗങ്ങളുടെ 1/5 മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റിന്മേലും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാം. ജനറൽ ബോഡി മീറ്റിംഗ് 5 തരത്തിലുണ്ട്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 30ലാണ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ അധികാരമുള്ളത് കമ്മിറ്റിക്കും രജിസ്ട്രാർക്കും ആകെ മെമ്പേഴ്സിൻ്റെ 1/5 മെമ്പർമാരുടെ റിക്വസ്റ്റിന്മേലും ആണ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് നമുക്കറിയാം ചീഫ് പ്രൊമോട്ടറാണ്.
ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ലിക്വിഡേറ്ററാണ് കൺവീൻ ചെയ്യുന്നത്. ഒരു സഹകരണ സംഘത്തിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അടുത്തത്, 1 സീറ്റ് ഇൻ ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഷാൽ ബി റിസർവ്ഡ് ഫോർ ദ മെമ്പേഴ്സ് ഹാവിംഗ് എ ഡെപ്പോസിറ്റ് ഓഫ് ഡാഷ്. 1 സീറ്റ് ഇൻ ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഷാൽ ബി റിസർവ്ഡ് ഫോർ ദ മെമ്പേഴ്സ് ഹാവിംഗ് എ ഡെപ്പോസിറ്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ്: ₹10,000 and above, ₹25,000 and above, ₹15,000 and above, ₹50,000 and above. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ₹25,000 and above. ഇതും 28 സെക്ഷൻ 28ൻ്റെ അമെൻമെൻറ്റിൽ വന്നിട്ടുള്ളതാണ്. അമെൻമെൻറ്റ് ക്ലാസ് പാർട്ട് 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 28 1C 1Cയിൽ പറയുന്നു, 1 സീറ്റ് ഇൻ ദ കമ്മിറ്റി ഓഫ് ഈച്ച് സച്ച് സൊസൈറ്റി ഷാൽ ബി റിസർവ്ഡ് ഫോർ ദ മെമ്പേഴ്സ് ഹാവിംഗ് എ ഡെപ്പോസിറ്റ് ഓഫ് ₹25,000 and above. ഓരോ സഹകരണ സംഘങ്ങളുടെയും കമ്മിറ്റിയിലെ ഒരു സീറ്റ് 25,000 മുതൽ 25,000 മുകളിൽ ഡെപ്പോസിറ്റുള്ള ഒരു ഡെപ്പോസിറ്റർക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു. ചോദ്യം ഇതാണ്, 1 സീറ്റ് ഇൻ ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഷാൽ ബി റിസർവ്ഡ് ഫോർ ദ മെമ്പേഴ്സ് ഹാവിംഗ് എ ഡെപ്പോസിറ്റ് ഓഫ് ഉത്തരം ₹25,000 and above. The liquidator shall complete the winding up proceedings within a period of dash from the date of his appointment. The liquidator shall complete the winding up proceedings within a period of dash from the date of his appointment. Options: 1 year, 2 years, 3 years, 5 years. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 years. ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അയാൾ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട തീയതി മുതൽ 2 വർഷത്തിനുള്ളിലാണ്. ലിക്വിഡേഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 69. റൂൾ 69 സബ് റൂൾ 12ലാണ് ലിക്വിഡേറ്റർ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട തീയതി മുതൽ 2 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. If the general body of a cooperative society has decided to enhance the share value, the right of a member to continue in membership will remain for a period of dash from the date of enhancement of value. If the general body of a cooperative society has decided to enhance the share value, the right of a member to continue in membership will remain for a period of dash from the date of the enhancement of value. ഉത്തരം ഓപ്ഷൻ സി ആണ്, 5 years. ആക്ട് അമെൻമെൻറ്റ് ക്ലാസിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ തന്നെയാണ് ഇതും നമ്മൾ പഠിച്ചത്. സെക്ഷൻ 19 സബ്സെക്ഷൻ 2. സെക്ഷൻ 19 സബ്സെക്ഷൻ 2ൽ പറയുന്നു, ഇഫ് ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഹാസ് ഡിസൈഡഡ് ടു എൻഹാൻസ് ദ ഷെയർ വാല്യൂ, the right of a member to continue in membership will remain for a period of 5 years from the date of enhancement of value of share. അടുത്ത ചോദ്യം, the annual contribution to renew the membership in Kerala Deposit Guarantee Fund Board with effect from 31st March 2025 shall be. The annual contribution to renew the membership in Kerala Deposit Guarantee Fund Board with effect from 31st March 2025 shall be. Options: 2 paisa for every deposit of ₹100, 10 paisa for every incremental deposit of ₹100, 4 paisa for every deposit of ₹100, 5 paisa for every deposit of ₹100. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 10 paisa for every incremental deposit of ₹100. ഓരോ 100 രൂപയ്ക്കും 10 പൈസ തോതിലാണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചത്, 2012 ജനുവരി 11. KCS ആക്ടിൻ്റെ സെക്ഷൻ 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്നത്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന എല്ലാ സൊസൈറ്റികളും, അതായത് എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസും ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കണം. കൊടുക്കാതെ ഇരിക്കുന്ന സംഘങ്ങൾക്ക് 5000 രൂപ വരെ പെനാൽറ്റി വരാം. All non-monetary disputes are to be filed before. All non-monetary disputes are to be filed before. Options: registrar, cooperative arbitration court, cooperative tribunal, government. ഉത്തരം ഏതാണ്?
ഓപ്ഷൻ സി ആണ് ഉത്തരം, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുമ്പാകെയാണ്. ഇനി മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് ഫയൽ ചെയ്യേണ്ടത് രജിസ്ട്രാറുടെ മുമ്പാകെയാണ്. മോണിറ്ററി ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യേണ്ടത് രജിസ്ട്രാറും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുമാണെന്ന് പറയുന്നത് സെക്ഷൻ 69 കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 70A. രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 3, കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ സെക്ഷൻ 81. Every cooperative society having net profit shall set apart a sum calculated at 5% of the net profit for contribution to cooperative education fund, subject to a maximum of up to. Every cooperative society having net profit shall set apart a sum calculated at 5% of the net profit for contribution to cooperative education fund, subject to a maximum of up to. Options: rupees 50,000, rupees 60,000, rupees 75,000, rupees 1 lakh. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ്റെ മാക്സിമം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, rupees 1 lakh. നേരത്തെ 60,000 ആയിരുന്നു. അത് പഠിച്ചു വെച്ചവർ ശ്രദ്ധിക്കണം. അമെൻമെൻറ്റിൽ അത് 1 ലക്ഷം ആക്കി മാറ്റിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റുള്ള ഓരോ സഹകരണ സംഘങ്ങളും അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% കൂടാത്ത എമൗണ്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നീക്കി വെക്കണം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ മിനിമം 2,000-ഉം മാക്സിമം 1 ലക്ഷം രൂപയുമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 53. അടുത്ത ചോദ്യം: ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി, the certificate to be issued by the registrar under subsection 2 of section 10 shall be in dash of appendix 2 of the KCS rules. In the event of change of name of a society, the certificate to be issued by the registrar under subsection 2 of section 10 shall be in dash of appendix 2 of the KCS rules. Options: form number 3B, form number 2, form number 3, ഫോം നമ്പർ 4. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫോം നമ്പർ 3B. റൂൾ അമെൻമെൻറ്റിൽ നമ്മൾ പഠിച്ചതാണ്. പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു റൂളാണ് റൂൾ 4B. അതിൽ പറയുന്നു മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ് റൂൾ 4Bയിൽ പറയുന്നത്. In the event of change of name of a society, the certificate to be issued by the registrar under subsection 2 or section 10 shall be in form number 3B of appendix 2 to these rules. റൂളിൻ്റെ അപ്പൻഡിക്സ് 2ലാണ് എല്ലാത്തരം ഫോംസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അപ്പൻഡിക്സ് 2 പറഞ്ഞിരിക്കുന്ന ഫോം നമ്പർ 3Bയിലാണ് സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ആവുന്ന കേസിൽ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യേണ്ടത്. സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 10(2)ലാണ് ഫോം നമ്പർ 3Bയിൽ പേര് ചേഞ്ച് ആവുന്ന കേസിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ റൂൾ 4B പറയുന്നു മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. പേര് ചേഞ്ച് ആവുന്ന കേസിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് ഫോം നമ്പർ 3Bയിലാണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് ഫോം നമ്പർ 3യിലും ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3Aയിലും പേര് ചേഞ്ച് ആവുന്ന കേസിൽ ഫോം നമ്പർ 3Bയിലുമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. Any financial assistance to the subsidiary institution by way of share capital contribution or financial assistance by the promoting society shall be made from dash of the society as provided under subsection 2 of section 56 of the Act. Any financial assistance to the subsidiary institution by way of share capital contribution or financial assistance by the promoting society shall be made from dash of the society as provided under subsection 2 of section 56 of the Act. Profit, gross profit, balance of profit, surplus of profit. അതായത് പറയുന്നത് സെക്ഷൻ 56 നമുക്കറിയാം ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 56.
56 ഒന്നിലാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളെക്കുറിച്ച് പറയുന്നത്. റിസർവ് ഫണ്ട്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് തുടങ്ങിയ സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളെക്കുറിച്ച് പറയുന്നത് 56 1 അതിനുശേഷം 56 വരുന്നുണ്ട്. 56 പ്രകാരം ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് പറയുന്നത് റൂൾ 13A സെക്ഷൻ 14AA റൂൾ 13A പുതിയതായി കൂട്ടിച്ചേർത്തതാണ്. അതിൽ തന്നെ 13A(3) പറയുന്നു, എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബൈ ദ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൽ ബി മെറ്റ് ഫ്രം ദ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ആസ് പ്രൊവൈഡഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 56 ഓഫ് ദ ആക്ട്. അതിനുശേഷം പറയുന്നുണ്ട്, എ പ്രൊമോട്ടിംഗ് സൊസൈറ്റി മേ ഗ്രാൻഡ് ഫർദർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ only by way of loans with the prior approval from the registrar and the terms and conditions which include the rate of interest and the tenor of loan fixed by the registrar. No promoting society shall contribute more than 10% of its working capital as loan to the subsidiary institution. ഒരു പ്രൊമോട്ടിംഗ് സൊസൈറ്റി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ പ്രൊവൈഡ് ചെയ്യേണ്ടത് സെക്ഷൻ 56(2) പ്രകാരം ബാക്കിയുള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്. പിന്നെയും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് ലോണായിട്ട് കൊടുക്കണം. ഈ ലോണിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടെനർ ഓഫ് ലോൺ ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. അതുപോലെ തന്നെ ഒരു പ്രൊമോട്ടിംഗ് സൊസൈറ്റിയും അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% കൂടുതൽ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് ലോണായിട്ട് കൊടുക്കില്ല. ഇത് പറയുന്നത് റൂൾ 13A(3) അടുത്ത ചോദ്യം, ദ എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മേ എയ്തർ റാറ്റിഫൈ ഓർ ഡെനി എനി സച്ച് മെമ്പർഷിപ്പ് ബൈ ദ ഇലക്റ്റഡ് കമ്മിറ്റി വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് അസ്യൂമിംഗ് ചാർജ്. The enrollment of members made by the administrator or administrative committee may either ratify or deny any such membership by the elected committee within a period of dash from the date of assuming charge. Options 3 months, 6 months, 9 months, 1 year. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1 year. റൂൾ 16(5) പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു സബ് റൂളാണ് റൂൾ 16 സബ് റൂൾ 5. അതിൽ പറയുന്നു, ദ എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ദ രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ 32 or 33 ഓഫ് ദ ആക്ട് as the case may be, may either ratify or deny any such membership, and in the event of not ratifying such membership by the elected committee, it shall specify the reason thereof and inform the applicant accordingly. The elected committee has to take a decision within a period of 1 year from the date of assuming charge by the elected committee. അതായത് KCS ആക്ടിൻ്റെ സെക്ഷൻ 32 അല്ലെങ്കിൽ 33 അനുസരിച്ച് രജിസ്ട്രാർ ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഒരു മെമ്പർക്ക്, ഏതെങ്കിലും ഒരു മെമ്പർക്ക് അംഗത്വം നൽകുന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഇലക്റ്റഡ് കമ്മിറ്റി ഈ മെമ്പറുടെ അംഗത്വം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യും. നിരസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അറിയിക്കണം. ഇനി എന്തു തന്നെയായാലും അംഗീകരിക്കുകയാണെങ്കിലും നിരസിക്കുകയാണെങ്കിലും അത് ഇലക്റ്റഡ് കമ്മിറ്റി ചാർജ് എടുത്തതിന് 1 വർഷത്തിനുള്ളിൽ ആ ഒരു തീരുമാനം എടുക്കണം. ചോദ്യം ഇതാണ്, ദ എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മേ എയ്തർ റാറ്റിഫൈ ഓർ ഡെനി എനി സച്ച് മെമ്പർഷിപ്പ് ബൈ ദ ഇലക്റ്റഡ് കമ്മിറ്റി വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് അസ്യൂമിംഗ് ചാർജ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1 year. അടുത്തത്, ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൽ ബി റെക്കോർഡഡ് ബൈ ഓപ്ഷൻസ് ദ പ്രസിഡൻറ്റ്, എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റി, ചീഫ് എക്സിക്യൂട്ടീവ്, എ ഓർ ബി ഓർ സി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എ ഓർ ബി ഓർ സി. അതായത് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ, ഈ 3 പേരിൽ ആർക്കെങ്കിലും
മിനിറ്റ്സ് ബുക്ക് റെക്കോർഡ് ചെയ്യാം. റൂൾ 29A നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റീസ് ആൻഡ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. 29A(1) പറയുന്നു മിനിറ്റ്സ് ബുക്ക് കസ്റ്റഡിയിൽ വെക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണെന്ന് പറയുന്നു. 29A(2) മിനിറ്റ്സ് ബുക്ക് റെക്കോർഡ് ചെയ്യുന്നത് പ്രസിഡൻറ്റോ എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റി അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവോ ആണെന്ന് പറയുന്നു. അപ്പോൾ റൂൾ 29A(2) പറയുന്നത് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൽ ബി റെക്കോർഡഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓർ എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി. മിനിറ്റ്സ് സൈൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പ്രസിഡൻറ്റ് ആൻഡ് ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഹു വെയർ പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ് ആണ്. അത് 29A(4) പറയുന്നുണ്ട് മിനിറ്റ്സ് സൈൻ ചെയ്യുന്നത് പ്രസിഡൻറ്റും അതുപോലെ മീറ്റിങ്ങിൽ ഹാജരായിട്ടുള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സുമാണ്. ഡാഷ് ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി എ വുമൺ. ഡാഷ് ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി എ വുമൺ. ഓപ്ഷൻസ്: ദ പ്രസിഡൻറ്റ്, ദ വൈസ് പ്രസിഡൻറ്റ്, ദ പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്, എയ്തർ ദ പ്രസിഡൻറ്റ് ഓർ ദ വൈസ് പ്രസിഡൻറ്റ്. ഇത് ഇനി മുമ്പത്തെ ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. ആപ്കോസിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് ഒരു വുമൺ ആയിരിക്കണം. എയ്തർ ദ പ്രസിഡൻറ്റ് ഓർ ദ വൈസ് പ്രസിഡൻറ്റ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആപ്കോസിൻ്റെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് ഒരു വുമൺ ആയിരിക്കണം. റൂൾ 43 നമുക്കറിയാം. ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എക്സെട്ര ബൈ ദ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി. അതിൽ പുതിയതായി കൂട്ടിച്ചേർത്തൊരു റൂളാണ് 43 സബ് റൂൾ 1A. പുതിയതായി കൂട്ടിച്ചേർത്തൊരു സബ് റൂളാണ് 43(1A). അതിലാണ് പറയുന്നത് എയ്തർ ദ പ്രസിഡൻറ്റ് ഓർ ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി എ വുമൺ. The valuation of immovable property without a building to be placed as security to a cooperative society for availing loan of ₹20 lakhs shall be done by a panel of dash members. The valuation of immovable property without a building to be placed as security to a cooperative society for availing loan of ₹20 lakhs shall be done by a panel of dash members. Options 3, 5, 4, 6. 20 ലക്ഷമുള്ള ഒരു ലോണിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്ന പാനലിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 5. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി റൂൾ 56A. റൂൾ 56A പറയുന്നു വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. അതിൽ 56A(1) പറയുന്നുണ്ട് ദ വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലേസ്ഡ് ആസ് സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ അവൈലിംഗ് ലോൺസ് വേർ ദ ലോൺ എമൗണ്ട് ഈസ് അപ് ടു ₹10 lakhs ഷാൽ ബി വാല്യൂഡ് ബൈ ആൻ ഓഫീസർ ഓർ ദ ഓഫീസേഴ്സ് ഇൻ ദ സൂപ്പർവൈസറി കേഡർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി. അതായത് ലോൺ എമൗണ്ട് 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 10 ലക്ഷം വരെയുള്ള ലോൺ എമൗണ്ടിന് ഈട് വെക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത് സൂപ്പർവൈസറി കേഡറിലുള്ള ഓഫീസറോ ഓഫീസേഴ്സോ ആയിരിക്കും. ഇനി 56A(2) പറയുന്നു ഇഫ് ദ ലോൺ എമൗണ്ട് എക്സീഡ് 10 lakhs ഇറ്റ് ഷാൽ ബി ഡൺ ബൈ എ പാനൽ ഓഫ് 5 members which includes 2 officers in the supervisory cadre of which one shall be the chief executive of the society and 2 members of the committee nominated by the committee of the society and an independent valuer, a retired officer from the revenue department not below the rank of deputy tahsildar or a retired officer from the registration department not below the rank of sub registrar for the valuation of land. ലോൺ എമൗണ്ട് 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഈട് വെക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടക്കുന്നത് 5 പേരടങ്ങുന്ന ഒരു പാനലാണ്. അതാണ് ചോദ്യം. ഇവിടെ 20 ലക്ഷമാണ് ലോൺ എമൗണ്ട് പറയുന്നത്. അപ്പോൾ 5 പേരടങ്ങുന്ന ഒരു പാനലാണ് ഈ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത്. ആ 5 പേരെന്ന് പറയുന്നത് സൂപ്പർവൈസറി കേഡറിലുള്ള 2 ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. അതിലൊരാൾ ചീഫ് എക്സിക്യൂട്ടീവാണ്. കമ്മിറ്റി നിയമിക്കുന്ന 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്ന 2 മെമ്പേഴ്സ്, പിന്നെ ഒരാൾ ഇൻഡിപെൻഡൻറ്റ് വാല്യുവറാണ്. ഈ ഇൻഡിപെൻഡൻറ്റ് വാല്യുവർ എന്ന് പറയുന്നത് ഒന്നുകിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി തഹസിൽദാറുടെ റാങ്കിൽ കുറയാത്ത ഒരു റിട്ടയർഡ് ഓഫീസറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സബ് രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത ഒരു റിട്ടയർഡ് ഓഫീസറോ ആയിരിക്കും.
ഇങ്ങനെ 5 പേരടങ്ങുന്ന ഒരു പാനലാണ് ലോൺ എമൗണ്ട് 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത്. ചോദ്യം ഇതാണ്: ദ വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് എ ബിൽഡിംഗ് ടു ബി പ്ലേസ്ഡ് ആസ് സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ അവൈലിംഗ് ലോൺ ഓഫ് ₹20 lakhs ഷാൽ ബി ഡൺ ബൈ എ പാനൽ ഓഫ് 5 മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള 15 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആക്ടിൻ്റെയും റൂൾസിൻ്റെയും അമെൻമെൻറ്റിൽ നിന്നുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 15 മാർക്കും ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.